100 ലിറ്റർ ഉണ്ടാക്കാൻ പോണേ ഇപ്പൊ അല്ലേ നമ്മളെ? ഓക്കെ ഓക്കെ. ഇതിപ്പോ ഇതുപോലെ എല്ലാ സാധനം ഇടിച്ചെടുക്കും അല്ലേ? ഇടിച്ചിട്ട് പിഴിഞ്ഞെടുക്കും. നിന്ന് മുകളിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെയാണ് വേരിക്കോസ് അല്ലേ നിൽക്കുന്നല്ലേ? ചേട്ടാ നോക്കൂ, നമ്മൾ കൈ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ ഗ്രീൻ കളർ ഉണ്ടോ? ഇല്ല, ഗ്രീൻ കളർ ഇല്ല, മാറി. 7 തരം പച്ചമരുന്നും ഏകദേശം 5ഓളം അങ്ങാടി മരുന്ന് കയറി കഴിഞ്ഞല്ലേ? 7 ദിവസം ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്യുന്നു. 7 ദിവസം. അപ്പൊ വേദന, നീര് എല്ലാം പറ്റ കുറഞ്ഞ് മുറിവുണ്ടായിരുന്നു, പൊട്ടിയുണ്ടായിരുന്നു, അത് ഹീലായി വന്നു. കാല് നല്ല ഡാർക്ക് ആയിരുന്നു, ഡാർക്ക് ബ്ലാക്ക് ആയിരുന്നു ഈ വലതുകാല്. നമ്മൾ ഇന്ന് വയനാടാണ് നോക്കിക്കാണണം. നല്ല കാടാണ്, വയനാട് കാടാണ്. തെന്നി പോകുന്നത്, നല്ല മഴയുണ്ട്. ഇവിടെ നമ്മൾ നല്ല കാണാൻ വന്നാണേ. അമ്പിളി, നിങ്ങക്ക് പരിചയം ഉണ്ടോ അമ്പിളിയുടെ? നമ്മളൊരു വർഷമായിരുന്നു അല്ലേ? 1 വർഷം 9 മാസം കഴിഞ്ഞു. 9 മാസം മുമ്പ് നമ്മൾ അമ്പിളിയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു പെയിൻ റിലീഫ് ഓയിൽ. ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം അതിന് ആയിരക്കണക്കിന് ആളുകൾക്കാണ് അതുകൊണ്ട് ഗുണം ഉണ്ടായത്. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അല്ലേ നമ്മൾ കളക്ട് ചെയ്യാമെന്നല്ലേ? അതെ, നമ്മുടെ ആളുണ്ടല്ല, പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് ഈ വരുന്ന അജിയാണ് നമ്മുടെ മരുന്നിന്റെ സ്രോതസ് അല്ലേ? എവിടെ പോയാ പറിച്ചതൊക്കെ? ഞാൻ ഈ പോറട്ട് കൂടെ കാട്ടിക്കൂടെ ഒക്കെ നടന്ന് പറിക്കും. ഒരു ദിവസം കൊണ്ട് കിട്ടൂല. ഒരു 3-4 ദിവസം പല സ്ഥലത്ത് പോയി പച്ചമരുന്ന് പറിച്ചു. മഴയും ഉണ്ട്, മഴയും തന്നെ ഞാൻ പറിക്കുന്നത്. മഴയത്ത് പറിക്കുന്നത് എന്തിനാ? മഴയ്ക്ക് പറിച്ചാലല്ലേ അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ മരുന്നിന്. ഏറ്റവും നല്ലത് മഴയത്ത് പറിക്കുക. നല്ല മരുന്ന് കിട്ടും, രോഗം മാറി കിട്ടും. ഇതേപോലത്തെ കറക്റ്റ് ശുദ്ധമായിട്ടുള്ള പച്ചമരുന്ന് കിട്ടണമെങ്കിൽ ഇതേപോലത്തെ വലിയ കാടുകൾ കയറി തന്നെ പറിക്കണം. പക്ഷെ അത് പറിക്കണമെങ്കിൽ ഇതേപോലുള്ള അജിമാര് തന്നെ വേണം. ഇത് ഫുള്ള് അതിനുള്ള മരുന്നാണ് ഇരിക്കുന്നത്. അതിപ്പോ നമ്മളൊരു 100 ലിറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നാണ്. 100 ലിറ്റർ ഉണ്ടാക്കാൻ പോണേ ഇപ്പൊ അല്ലേ നമ്മളെ? ഇത് ഫുള്ള് നമ്മൾ ഈ പറഞ്ഞ 100 ലിറ്റർ എണ്ണയിൽ വെരിക്കോസ് ഓയിൽ ഉണ്ടാക്കുന്നതിനുള്ള മെഡിസിൻ ആണ് ഇത്രയും. അമ്മയാണ് ഇടി, എപ്പോഴും അമ്മയാണ്. കഴിഞ്ഞ വന്നപ്പോഴും അമ്മ കഴിച്ചോണ്ടിരുന്നു. ഇത് നമ്മള് ഇപ്പോഴും കല്ലിൽ തന്നെ എടുത്തിട്ടാണല്ലേ നമ്മൾ ഒരുവിധം മരുന്നുകളെല്ലാം നമ്മൾ കല്ലിൽ തന്നെ. കാരണം മിക്സിയിലാകുമ്പോൾ വേറെ വെള്ളം ചേർക്കണം. ഇതാകുമ്പോൾ അതിന്റെ തന്നെ ജ്യൂസിൽ നമ്മൾ പതിയെ സാവകാശം ഇടിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോണ ഈ സാധനം? നമ്മളിതെല്ലാം അടുപ്പിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓൾറെഡി അവിടെ എണ്ണ കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാനിവിടെ നമ്മൾ ഇത് ഒഴിക്കാം. ഇത് ഒഴിക്കാൻ പാകായ സമയം ആ പറയുന്ന 100 ലിറ്റർ എണ്ണയ്ക്കുള്ള മരുന്നാണ് ഈ വന്നിരിക്കുന്നത്. ഇത് നേരെ അല്ലേ? നേരെ ഇതിൽ ഒഴിക്കട്ടാ. യെസ്. അപ്പൊ നമ്മുടെ ഫുള്ള് മെഡിസിൻ അല്ലേ? എണ്ണയിലോട്ട് നമ്മുടെ ഫുൾ മെഡിസിൻ, അതായത് 7 പച്ചമരുന്ന് കയറി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ചൂർണങ്ങളാണ്. ഇതാണ് നോക്കിയതുണ്ടായി. ഇവിടെ ഏകദേശം 4 ടൈപ്പ് ചൂർണം ഇരിപ്പുണ്ട്. ഈ ചൂർണവും ഈ പറയുന്ന പച്ചമരുന്നിനകത്ത് കയറുന്നതാണ്. ഇതെല്ലാം കൂടി കയറി വരുമ്പോ ഉണ്ടാകുന്ന എണ്ണയാണ് നമ്മുടെ വെരിക്കോസിന്റെ എണ്ണ. 100 ലിറ്റർ എണ്ണയിലേക്ക് ഏകദേശം ഒരു 70 ലിറ്ററോളാണ് ജ്യൂസ് ഒഴിച്ചത്. ഈ ജ്യൂസ് മുഴുവൻ പറ്റി ഈ 100 ലിറ്റർ എണ്ണ എന്നുള്ളത് നമുക്ക് കാച്ചിയായിരിക്കുമ്പോൾ ഒരു 60 ലിറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പം 8 മണിക്കൂർ തന്നെ നല്ല രീതിയിൽ ഇത് തിളച്ച് ആ മരുന്നിന്റെ സത്ത് എല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് ഇത് കാച്ചിയായിരിക്കാൻ പറ്റും. നമുക്കറിയാം ചെയ്യാൻ പറ്റുള്ളൂ. വെരിക്കോസിന്റെ ഏത് സ്റ്റേജിലുള്ളവർക്കും ഈ ഒറ്റ മെഡിസിൻ മതി. വെരിക്കോസ് വെയിൻ അൾസർ ആയി കഴിഞ്ഞാല് ആ മുറിവ് ഉണങ്ങുക എന്നുള്ളത് 1.5 വർഷം 2 വർഷം പഴക്കമുള്ള വെരിക്കോസ് അൾസർ ഇവിടെ വരാറുണ്ട്. വെരിക്കോസ് വെയിൻ അൾസർ ആയിട്ട് സർജറി പറഞ്ഞാണ് 2 ലക്ഷം രൂപയാണ് സർജറിക്ക് പറഞ്ഞത്. എന്റെ അടുത്ത് വന്ന് ഒരു 21 ഡേയ്സ് അവരുടെ ലേഡിയാണ്, നമുക്ക് ലേഡീസിന് ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്, താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം. അവർക്ക് സുഖമായിട്ട് ഇവിടുന്ന് പോയതിന്റെ ഒരു ക്ലിയർ പിക്ചർ. 21 ഡേയ്സ്. എന്റെ പപ്പയുടെ അച്ഛൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതുപോലെ അതിന്റെ പുറകിൽ വലിയൊരു സ്റ്റോറി തന്നെയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പുസ്തകം എന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ സാധനം. അമ്പിളി, ഇതിപ്പോ നമ്മൾ നേരെ ചേർത്തെന്നല്ലേ പറഞ്ഞോളൂ? നേരത്തെ ചേർത്തു. ഇനിയിപ്പോ നമ്മൾ അടുത്ത ബാച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചുകൂടി ചോറ് ഇതിപ്പോ എല്ലാത്തിന്റെ ഇതുകൂടി കുറച്ച് ചേർത്താൽ. ഇതിപ്പോ നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞതിന്റെ കൂടെ പിന്നെ ചേർക്കുന്നതാണ്. ഓരോ പ്രാവശ്യം എണ്ണ ചേർക്കുമ്പോഴും ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് ടൈം എണ്ണ ചേർത്തപ്പോ കുറച്ചും കൂടി ചൂറിന് ആവശ്യമുണ്ട്. അപ്പൊ അതുകൂടെ നമ്മൾ ചേർക്കുന്നത്. ഇതുണ്ട് ഈ നിൽക്കുന്ന ഇതെല്ലാം ഈ 5 പൊടികളാണ് ഇപ്പൊ നമ്മള് ഒരു അനുപാതത്തിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇനി എണ്ണ ഒഴിക്കാൻ പോണേ. അടുത്ത ബാച്ച് ഓയിലും കൂടെ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ടാണ് ഇടുന്നത്? ഓയിൽ ഒഴിച്ചിട്ടാണ് അല്ലേ? യെസ്. അപ്പൊ ഈ ഓയിൽ കയറുന്നത് കൂടി 100 കിലോ ആയി അല്ലെ? 100 ലിറ്റർ ഓയിൽ അല്ലേ? ഓക്കെ. അതായത് ഇതിന്റെ അകത്ത് കയറേണ്ട മുഴുവൻ പച്ചമരുന്നും 7 തരം പച്ചമരുന്നും ഏകദേശം 5ഓളം അങ്ങാടി മരുന്ന് കയറി കഴിഞ്ഞല്ലേ? ഇതിന്റെ ഒരു ബോട്ടിലാണ് ഇപ്പൊ കാണിച്ചത്. എങ്ങനെയാണ് പാക്ക് ചെയ്ത് വരുന്നത്? ഇതിന്റെ ഫൈനൽ സ്റ്റേജ് കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എത്ര മണിക്കൂർ എടുക്കും? 8 മണിക്കൂർ. ഇനിയും 8 മണിക്കൂർ വേണം ഇത് ഓയിലായി മാറാൻ.
അതുകൊണ്ട് അത്ര സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് കാണിച്ചു തരാം. ഇതിന്റെ അല്ലേ നമുക്ക് കാണിക്കാം, ഇപ്പൊ കാണിച്ചു തരാം എന്താണ് ഈ ഓയിലിന്റെ ഫൈനൽ രൂപം എന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ബോട്ടിൽ ദക്ഷ വെരിക്കോസ് വെയിന്റെ ഓയിൽ ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് പാക്ക് വരുന്നത്. ഇത് കണ്ട, ഇതാണ് നമ്മളെ വെരിക്കോസിന്റെ ഓയിൽ. ഏകദേശം 12 തരം പച്ചമരുന്ന് ചേർന്നുണ്ടാകുന്ന ഓയിൽ. എങ്ങനെയാണ് ഈ മെഡിസിൻ ആ രോഗിയുടെ ബോഡിയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എത്ര നിമിഷം കൊണ്ട് റിയാക്ട് ചെയ്യും എന്നുള്ള കാണിച്ചു തരാം. ഇവർക്ക് സ്റ്റാർട്ടിംഗ് ആണ്, ഇതുണ്ട് ഗ്രീൻ കളറിൽ ഈ കാണുന്നത്. പിന്നെ ഇവർക്ക് ഈ പോർഷനിലൊക്കെ വേദനയുണ്ട്, വെരിക്കോസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ എത്രമാത്രം മാറ്റം വരുന്നു നമുക്ക് നോക്കാം. അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. 10 മിനിറ്റ്സ് നോക്കാം. കോൺഫിഡൻസ് ആണ് ചെയ്യുക. 10 മിനിറ്റ് ആയിട്ടാ പറയുന്നത്. നമ്മള് ഓയില് താഴെ നിന്ന് മുകളിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെയാണ് വെരിക്കോസ് അല്ലേ നിൽക്കുന്നല്ലേ. ഈ നീർക്കെട്ടിന് ഈ വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന വേദന, നീർക്കെട്ട് പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ്. ഇപ്പൊ രഞ്ജിത്തേട്ടാ നോക്കൂ, നമ്മൾ കൈ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഗ്രീൻ കളർ നോക്കൂ, ഇപ്പൊ ഗ്രീൻ കളർ ഉണ്ടോ? ഇല്ല, ഗ്രീൻ കളർ ഇല്ല, മാറി. ഇതേപോലെ ക്ലോട്ടായ ബ്ലഡ് ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റ് ആയി. ഗ്രീൻ കളർ അങ്ങ് മാറി അല്ലേ? തീർച്ചയായും. ഇതല്ല, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോണ്ട് നിൽക്കല്ലേ. ഇതുണ്ടോ പ്രശ്നം ഇവിടെ വരുന്നൊക്കെ അൾസർ ആയിട്ടും വർഷങ്ങളായിട്ട് പൊട്ടി ഉണങ്ങാതെ അങ്ങനെയൊക്കെ വരുന്നവരെ വെച്ച് നോക്കുമ്പോ ഇവർക്ക് പ്രശ്നമേ അല്ല. ഇതിപ്പോ ഈ കാല് എന്റെ അടുത്ത് വരുമ്പോ ഇത് ഫുള്ള് നല്ല ബ്ലാക്ക് കളറാണ്, ഫുള്ള് ഇങ്ങനെ പൊറ്റൻ പോലെ പൊളിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ 7 ദിവസം കൊണ്ട് ഇത്രയും വൃത്തിയായി. അപ്പുറത്തെ സൈഡിൽ കുഞ്ഞു മുറിവുണ്ട്. അത് നമ്മളുടെ ചില കാരണങ്ങൾ കൊണ്ട് ഫേസ്ബുക്ക് റിജക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പൊ ഇത്രയും വൃത്തിയായി. ഈ ഒരു 7 ഡേയ്സ് കൊണ്ടുള്ള ചേഞ്ച് ആണ്. ഒരു 21 ഡേയ്സ് ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ട് മാറ്റി. 7 ദിവസം ഞാൻ ഈ ഓയിൽ യൂസ് ചെയ്യുന്നു. 7 ദിവസം. അപ്പൊ വെച്ചാൽ വേദന, നീര് എല്ലാം പറ്റ കുറഞ്ഞ്, മുറിവുണ്ടായിരുന്നു, പൊട്ടിയുണ്ടായിരുന്നു, അത് ഹീലായി വന്നു. 7 ഡേയ്സ്. കാല് നല്ല ഡാർക്ക് ആയിരുന്നു, ഡാർക്ക് ബ്ലാക്ക് ആയിരുന്നു ഈ വലത് കാല്. പെയിന് തീരല്ല. നേരത്തെ നല്ല പെയിൻ ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഓയിൽ കൊടുത്തു, പക്ഷെ അത് അവരുടെ വൈഫ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, താഴെ നിന്ന് മുകളിലോട്ട് അപ്ലൈ ചെയ്യണം, മസാജ് ചെയ്യണം, അരമണിക്കൂർ കഴിയുമ്പോൾ ചൂട് പിടിക്കണം. തന്നെയുമല്ല വൃത്തിയുള്ള കോട്ടൺ ഉപയോഗിച്ചിട്ട് മുറിവെല്ലാം വൃത്തിയാക്കണം. അവരത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഈ ഒരു 7 ദിവസം കൊണ്ട് ഇത്രയും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയത്. പിന്നെടാ, ഇത് വെരിക്കോസ് വെയിൻ ഇന്റേണൽ ആയിരുന്നു. കാലിന് വളരെ നാളുകളായിട്ടുള്ള വേദന, കട്ടുകഴപ്പ്, ഭയങ്കര അസ്വസ്ഥതകള്. പക്ഷെ വെരിക്കോസ് വെയിൻ ആണെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ മസാജ് ചെയ്തപ്പോഴാണ് വെരിക്കോസ് വെയിൻ ആണ്. മസിലൊക്കെ ഭയങ്കര സ്റ്റിഫായിരുന്നു, ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരുന്നു. 5 ഡേയ്സ് ചെയ്തു കൊടുത്തതേ ഉള്ളൂ. 5 ദിവസം നന്നായി ചെയ്തു കൊടുത്തു. ടീച്ചർ ഇപ്പം വളരെ മിടുക്കിയായിട്ട് ഓടി പാടിഞ്ഞ് നടക്കുന്നുണ്ട്. ഈ 5 ദിവസം കഴിഞ്ഞ് പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഓയിൽ കൊണ്ടുപോയി അത് ചെയ്യുന്നുണ്ട്. അവര് എത്ര ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ ഒരു ബോട്ടിലേ കൊണ്ടുപോയുള്ളൂ. അതുകൊണ്ട് തന്നെ സംഭവം അത് പിന്നെ വേദന എന്തെങ്കിലും പ്രശ്നം തോന്നുമ്പോ അതങ്ങ് അപ്ലൈ ചെയ്യും. അതങ്ങനെ തേക്കേണ്ട വിധമൊക്കെ അമ്പിളി പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിൽ അത് ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ച് അതിനായിട്ട് ഞാനൊന്നും ചെയ്യില്ല. ഫുള്ള് മാറി, ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളില്ല. ഇതിന്റെ വില എന്ന് പറയുന്നത് 599 രൂപ. നമ്മൾ വില പറയാറില്ലെന്ന് പറയും. അതുകൊണ്ടാണ് വില പറയുന്നത്. 599 രൂപയ്ക്കാണ് ഇത് നമ്മൾ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? താഴെക്കാൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളെ അമ്പിളിയുണ്ട്. എന്ത് ഡൗട്ടും, വെരിക്കോസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട എന്ത് ഡൗട്ടും നിങ്ങൾ വിളിച്ചോ, കൃത്യമായിട്ട് പറഞ്ഞു തരികയും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തരികയും ചെയ്യും. നമ്മൾ അന്ന് ചെയ്തത് പെയിൻ റിലീഫ് ഓയിൽ ആണെങ്കിൽ ഇന്ന് നിൽക്കുന്നത് മുഴുവൻ ദക്ഷയുടെ പ്രൊഡക്റ്റ് ആണ് അല്ലെ? 16ഓളം പ്രോഡക്ട്സ് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടിന് താങ്ക്സ് പറയണം. ഒത്തിരി പരിമിതികളായിരുന്നു എനിക്ക്. ഒരു കുഞ്ഞു സംരംഭക രഞ്ജിത്തേട്ടൻ വന്നപ്പം ഒരു 25 ലിറ്റർ എണ്ണ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ഇട്ടു. നിമിഷങ്ങൾ കൊണ്ട് ധാരാളം കോളുകൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, പലർക്കും സാധനം തരാൻ പറ്റിയില്ല, ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു 1000 ബോട്ടിൽ വരെ പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ആയി. എല്ലാ പ്രേക്ഷകരോടും ഞാൻ താങ്ക്സ് പറയാണ്. പ്രത്യേകിച്ചും വൈബ്സ് ഓഫ് കേരള എന്ന രഞ്ജിത്തേട്ടന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് എന്നെ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞത്. അതിനെല്ലാവരോടും നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയധികം പ്രോഡക്ട്സ് ഉണ്ട്. ഇതിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചില കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ മിഷനിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സെക്ഷനാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 1000 ലിറ്റർ വരെയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്കിവിടെ ആയിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്തിച്ചത് നമ്മൾ പുതിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ പറയുന്ന ദക്ഷയിൽ നിന്ന് വരുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക.